ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതായി അമേരിക്ക. യുഎസിൻ്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഒരു രാജ്യാന്തര മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎഇയിലെ അജ്മാനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്നു എണ്ണക്കപ്പൽ. മാർഷൽ ഐലൻഡ്സ് രജിസ്ട്രേഷനുള്ള ടലാറ എന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലും യുഎസും ജൂണിൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു. 12 നാൾ നീണ്ടുനിന്ന ശേഷമാണ് ആക്രമണം അവസാനിപ്പിച്ചത്. ആണവായുധ നിർമ്മാണം ആരോപിച്ചായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 12 നാൾ നീണ്ട സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ പോര് ശക്തമാക്കിയിരുന്നു. അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസും നേരിട്ട് ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെ ഇറാൻ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടന്നു. രാജ്യാന്തര കപ്പൽപാതയിൽ വെച്ചാണ് ടലാറയെ ഇറാൻ സേന പിടിച്ചെടുത്തതെന്നാണ് യുഎസ് പ്രതിരോധ സേന രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞത്. കപ്പൽ തട്ടിയെടുത്ത വിവരം സ്ഥിരീകരിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് കോർപ്പറേഷനും രംഗത്ത് വന്നിട്ടുണ്ട്. കപ്പൽ തട്ടിയെടുത്ത നടപടി ഇറാൻ ഭരണകൂടത്തിൻ്റെ അറിവോടെയാണെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് കോർപ്പറേഷൻ ആരോപിക്കുന്നു. യുഎഇയിലെ ഹംറിയ ആഴക്കടൽ തുറമുഖത്ത് നിന്ന് സൾഫർ ഗ്യാസ് ഓയിലുമായി പുറപ്പെട്ട കപ്പലാണിത്. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കപ്പൽ നീങ്ങുമ്പോഴായിരുന്നു ഇറാൻ കപ്പൽ പിടിച്ചെടുത്തതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുഎഇയിലെ ഹോർഫാക്കനിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഭവം. എന്നാൽ കപ്പൽ പിടിച്ചെടുത്ത വിവരം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്യുന്നത് ഇതാദ്യമല്ല. 2019 മൈനുകൾ ഉപയോഗിച്ച് ഇറാൻ നിരവധി കപ്പലുകൾ തകർത്തിരുന്നുവെന്ന് ബ്രിട്ടീഷ് നേവി ആരോപിച്ചിരുന്നു. 2021 ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ എണ്ണക്കപ്പൽ തകരുകയും 2 യൂറോപ്യൻ നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു. 2022 മെയ്യിൽ 2 ഗ്രീക്ക് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തിരുന്നു. 2024 ഏപ്രിലിൽ ഒരു പോർച്ചുഗീസ് കപ്പലും പിടിച്ചെടുത്തു. ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമൂസ് കടലിടുക്ക്. ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ ഹോർമൂസ് അടച്ചിടുമെന്ന ഭീഷണി ഇറാൻ ഉയർത്തിയിരുന്നു. ഇറാന്റെ നടപടി മധ്യേഷ്യയിൽ നിന്ന് ഹോർമൂസ് വഴിയുള്ള കപ്പൽ നീക്കങ്ങളെയും ക്രൂഡ് ഓയിൽ വ്യാപാരത്തെയും ബാധിച്ചേക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. നിലവിൽ ഈ ആക്രമണങ്ങൾ കപ്പൽ നീക്കത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനും സമാന പ്രകോപനവുമായി നീങ്ങുന്നത് ആശങ്ക കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം തീരുമാനം ഗുരുതര പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മധ്യേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ മുന്തിയ പങ്കം കടന്നുപോകുന്നത് ഹോർമൂസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് അടച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അതൊരു വലിയ തിരിച്ചടിയാകും. യുഎസ് ആക്രമണത്തിലുള്ള മറുപടി എന്നോണം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാനും ഒമാനും ഇടയിലുള്ള ഒരു പ്രധാന ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ കടലിടുക്കുമായും അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത ചെക്ക് പോയിന്റ് എന്നാണ് യുഎസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിനെ വിളിക്കുന്നത്. ആഗോള ലിക്വിഡ് പെട്രോളിയം ഇന്ധന ഉപഭോഗത്തിൻ്റെയും ആഗോള ദ്രവീകൃത പ്രകൃതിവാതക വ്യാപാരത്തിൻ്റെയും 1/5 ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ മാസവും 3000-ലധികം എണ്ണ വാതക കപ്പലുകൾ ഈ പാതയിലൂടെ കടന്നു പോകുന്നു. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 1/5 ഭാഗവും ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ അത് ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും എണ്ണ വില വർദ്ധിപ്പിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യും.